ചെങ്ങായിമാരെ ഞാൻ നമ്മളെ ഡ്രൈവർ ബഹാമാക്കാരന്റെ അവിടെ നിന്നാണ് പോയത്. അയാളോട് എന്താ പരിപാടി നടക്കണ്ടല്ല, എന്താണ് നമ്മളാരും പറഞ്ഞിട്ടില്ല. കാരണം എന്താ ബർത്ത്ഡേ ആണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. കാരണം ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയാം, അവിടെ നല്ല ഭക്ഷണത്തിന്റെ പരിപാടി ഇതൊക്കെ കാണുന്നുണ്ട്. ചേട്ടാ വെറുതെ ആളെന്ന് ഇവിടെ കാണാത്തത് ചേട്ടാ ഇന്ന വെറുതെ ആളൊന്നും കണ്ടിട്ടില്ല. അന്ന് നമുക്ക് ആളെ തിന്നാൻ ഭയങ്കര കണ്ടിട്ടില്ലെങ്കിൽ സംഭവത്തിലിട്ടാ നാളെ കൊണ്ടുപോകണം കയറ്റണം നമുക്ക്. എന്നാ ഏറ്റണം. കാരണം ഞാനിപ്പോ പോയതുകൊണ്ടാണ് ഇവിടെ ആരോടും മുണ്ടിയിട്ടില്ല മൂപ്പര്. ഭക്ഷണം നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അത് കോട്ടയം കൊണ്ടോ കുഴപ്പമില്ല. ആളങ്ങട്ട് പിന്നെ ഇവിടെ വരി. ഞാൻ അതിനെ കൊണ്ടില്ല നമ്മളെ ഡ്രൈവർ മാമാന്റെ പെരീന്ന് ടേബിളിന്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് ആളവിടെ കണ്ടിട്ടില്ല. അപ്പൊ ഇന്ന് വൈകുന്നേരം നമുക്ക് എന്താക്കണം, കയറ്റണം. അതിപ്പോ എനിക്ക് ആ ട്രിപ്പ് അത് മുണ്ടണ്ട ആള് കിട്ടും മുന്നോ. ഞാനിപ്പോ ട്രിപ്പ് ആയതാണ്. അപ്പൊ അവിടെ നല്ല ഫുഡിന്റെ പരിപാടി കണക്കാണ്. ഇന്ന് വൈകുന്നേരം ആള് കിട്ടും അങ്ങാടിക്ക് വരും. വണ്ടി ഞാൻ എടുത്തോളാം. നമുക്ക് നാളെ കൊണ്ട് നമ്മോട് മുണ്ടാതെ കയറ്റിട്ട് പരിപാടിയാണ്. ഹലോ, ഈ റോഡ് എടുക്ക പോണ്? ഹലോ, ഈ റോഡ് എങ്ങോട്ടാ പോണേ? ഈ റോഡ് 2-3 കൊല്ലായി ഞാനും തരുന്നു. ഈ റോഡ് എങ്ങോട്ടാ പോണേ? ഞാനും അതന്നെ അന്വേഷിച്ചുകൊണ്ടാണ് ഈ റോഡ് എങ്ങോട്ടാ പോകുന്നത്. അയാൾ വിളിച്ചു. നിങ്ങൾക്ക് മനസ്സിലായ ഈ റോഡ് എങ്ങോട്ടാ പോണെന്ന്? ഗ്യാസാണല്ലോ മോനെ, വണ്ടി കിട്ടാ കഥ. വെള്ളത്തുണിയാണിത്. ഇത് വെള്ളിയാഴ്ച മഴക്കുട്ടാണ്. ഇല്ലാത്ത കഥകളൊക്കെ. പിന്നെ ഇന്ന് വൈകുന്നേരേ ആവാക്കാനെ വിചാരിച്ച് ചേർന്ന പരിപാടി പറഞ്ഞ് ഇന്ന് കയറ്റണോ കോട്ടയ്ക്ക്. ഇന്ന് അവന്റെ ഫുഡ് കഴിക്കാൻ നാളെ പറഞ്ഞില്ലേ? എന്നാ അവന്റെ പെരിയിൽ പരിപാടി വെച്ചിരിക്കുന്നു. ഇതിപ്പോ എവിടെ രണ്ടാൾ കൂടിയോ? രണ്ടാളുണ്ടല്ലോ. ആൾക്കാരൊക്കെ രണ്ടാളും കൂടി എടുക്കോ പോയതാട്ടോ. ഹലോ, ഫുഡ് അടിച്ച് വരുന്ന ലക്ഷണം ഉണ്ടല്ലോ. കണ്ടിട്ട് ഫുഡ് അടിച്ചു വരടാ. അതൊക്കെ ഫുഡ് അടിച്ചാൻ പോയതല്ലോ. ഇനിപ്പാ ഞങ്ങള് ഷുഗറും കൊളസ്ട്രോളും തന്നിട്ട് ആർക്ക് രാവിലെ അവൽ സുബൈക്ക് ഇറങ്ങിയതാണ്. പാൽ ചായ കുടിച്ചില്ല. നല്ല പള്ളറച്ച് ലിവറും 2 പൊറാട്ട അവൻ തിന്നു. അല്ല അത് ഇന്നലെ ഷുഗർ ഒക്കെ എല്ലാ കാലുവാറ്റില് കാലും വേദന ഭയങ്കര ക്ഷീണം. അപ്പൊ കൊളസ്ട്രോളും ഷുഗറും ഏതായാലും ഇനിയിപ്പോ ഒന്നും കൂടി പോണോ? 1 മണിക്കൂർ കഴിഞ്ഞ റിസൾട്ട് ചോറുന്നാ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ മതി. ഓൻക്കല്ലേ മുക്ക് ചോറില്ല. അല്ല അവിടേക്കാണ് പറഞ്ഞത്. എല്ലാരും ഈ ഫാസ്റ്റ് ഫുഡൊക്കെ അതല്ലേ ശരിയാണ് പറഞ്ഞത്. അതന്നെ നല്ലത്. നമ്മള് പോട്ടെ. ചാണ്ടല്ലോ ചാണ്ടെന്നാല് റിസൾട്ടിന്റെ നേരത്താണ്. അല്ല ചാ എങ്ങനെ വേണ്ടേ? എനിക്കൊരു ചായ, നല്ലൊരു പൊടിച്ചാ. ആ സഞ്ജയ്ക്കൊരു ചായ വരും. ആ 4 പൊടിച്ചാല ചായ
അല്ല എനിക്കിപ്പോ ചായ മധുരമുള്ള പറഞ്ഞിട്ടുണ്ട് അത് ഇഷ്ടമല്ല ഷുഗർ ഉണ്ട് പറഞ്ഞു മധുരമില്ലാത്ത ചായ ആയിക്കോട്ടെ. കുടിച്ചില്ല കുടിച്ച് കുഴപ്പമൊന്നുമില്ല. മധുരമില്ലാത്ത ചായ നെയ്വടി ആയിക്കോട്ടെ. ആ അത് ശരിയാണ്. ചായ മധുരമില്ലാത്ത നെയ്വടി സാറാണ് കൊടുത്തോളൂ. അങ്ങനെ വെച്ചാലും മതി. ആ പറ്റൂ. ഈ രതീശനെ കുറിച്ച് ഇങ്ങനെ തിന്നോ? ഓ തമ്മിൽ ചായ വേണ്ട. ഒറ്റ സഞ്ചി കൂടി വന്ന ചായ ഏതാ പാപ്പ മക്കള് മധുര കമ്മി ചായ അത് ചായ നൽകും. അല്ല അത് നെയ്വടല്ലേ ഇതുണ്ട് സേമിയുണ്ട്. ഇയാൾക്ക് പാൽക്കൊക്കെ ഉണ്ടോ കൊടുത്തു? ഇതിലെന്താ വേറെ കുരു ചായയില് എന്താ? ഓ ഏലക്കായ ഉണ്ട് അതിലിപ്പോ ചെയ്യാൻ. പാട്ടുകളല്ല എനിക്കത് മണ്ണാർക്കാട് പോയെന്നല്ലേ? ആ അച്ചാൾ തരുന്നേ എന്താപ്പോ എല്ലാം കൂടി ഒരു കൂടിക്കാഴ്ചകള് കാത്തിക്കേണ്ടത് അല്ല എന്തൊരു പരിപാടി പേരിയില് പരിപാടി വെച്ചാൽ അത് പേരക്കുട്ടിയുടെ വർക്കുകളുണ്ടായിരുന്നു. ശരി അപ്പൊ ഞങ്ങളോടൊന്നും അല്ലടാ അത് പിന്നെ നിന്റെ മരക്കളും പിന്നെ മരോനൊക്കെ കൂടിയുള്ള കഴിഞ്ഞ ആഴ്ച അവനോടെ വീട്ടിൽ വന്നിട്ടില്ലേ? അത് ഞാൻ പോണ ഭാഗത്തുനിന്ന് അവൻ എന്നെ വിളിച്ചുകാണ്ട് ബാബ ഇവിടെ വന്നാന്ന്. അത് ശരിയാ. അത് ഞങ്ങളെ മറ്റുള്ളവർക്ക് നിങ്ങൾ പൊങ്ങൽത്തിനെന്താ അവൻ വിളിച്ചത്? അവൻ നിങ്ങൾ അല്ല ഇത് ഞാനും കൂടി അറിയില്ല. ഇത് മരോനും അത് ഞങ്ങൾ അറിയിച്ചില്ല. ഞങ്ങൾ അറിയിച്ചില്ല. പരിപാടി ഉണ്ടായപ്പോ ഞാൻ എല്ലാരും നമുക്ക് ചെറിയൊരു ധ്യാനത്തിന് പോകണ്ട്. ചെറിയ കോട്ടായിക്കാണ് ഇന്ന് നമുക്ക് പോകാം. അതിന് കുഴപ്പമൊന്നുമില്ല. സംഗതി പോവാം. ഞാൻ പോകാന്ന് പറഞ്ഞില്ല. ചൂടോടൊക്കെ പോണം. എല്ലായിടത്തും പോയി നിങ്ങൾ നിന്ന് കോട്ടയ്ക്ക് പോവാ. അതിന് ഞാൻ പോണ്ടെന്ന് പറഞ്ഞില്ല. അല്ല ഞങ്ങളെ കോട്ടക്കത്തിനായിട്ട് നല്ല സ്ഥലമുണ്ട്. വേറെ സ്ഥലം നമുക്ക് ആട്ട് പോവാം. കൊളപ്പുറത്താ ഇന്നലെ പോണട്ടാ. ഇന്ന് അങ്ങനെ വിടാൻ പറ്റില്ല. എല്ലാരും പോയി തിന്നിട്ട് പോകാൻ ബാക്കിയാണ്. ഈ കൂടിയത് എല്ലാരും ഉണ്ടാവും. ഈ കൂടിയത് എല്ലാരും ഉണ്ടാവും. ആയിക്കോട്ടെ. എവിടെ നമ്മള് 5-6 ആൾക്കാരല്ലേ ഉള്ളൂ. ഭയം വന്നു കഴിഞ്ഞാല് അതിനെക്കാട്ടി അതല്ല കുഞ്ഞാപ്പനെ നൈസായിട്ട് അതിന് പരിപാടി ഉണ്ട്. ആയിക്കോട്ടെ. ആ കാര്യം അന്നേ അവനെ ഒഴിവാക്കി. അവൻ തീറ്റിക്കൊണ്ടാണ്. അത് ചെയ്ത് ശരിയല്ല. കാരണം എല്ലാറ്റിനും ബുദ്ധിയുള്ള ഒരാൾ അവനെ നൈസായിട്ടുണ്ട് ഒഴിവാക്കി. അത് ചെയ്യാൻ വിഷമമായി. ആള് ഏറിയിട്ടാണെന്നുണ്ടെങ്കിൽ കുഞ്ഞാപ്പനുണ്ട്. ഈ ഒരാളെ ലാച്ചിട്ട് ഒരാളെ കൂടി കുടിക്കുന്നുണ്ടാ. അപ്പൊ ഇന്ന് വൈകുന്നേരം പോവാം. അപ്പൊ ഇന്ന് വൈകുന്നേരത്ത് പോകാം. എന്തായി ഞാപ്പോ റിസൾട്ട് കിട്ടിയാ? റിസൾട്ട് ഒന്നും പറയണ്ട. ആകെ ചാറായി. സംഭവം എന്താ? ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കാന്, ഭക്ഷണം പറ്റ കൺട്രോൾ ചെയ്യാൻ, പിന്നെ അതേമാതിരി വാരി അഴിച്ച് തീറ്റ ഒന്നും ഇനി പറ്റൂല. ലേശ ഷുഗർ ഉണ്ട്. ഭക്ഷണം പറ്റ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. അവർക്ക് മധുരമൊന്നും കുടിക്കണ്ട. മധുരമുള്ളതും ഇതൊന്നും കുടിച്ചാൻ പറ്റൂല. ആയിക്കോട്ടെ. ചൂടൊക്കെ ഞങ്ങൾക്ക് വരാം. ഓർക്കാടോ പരിപാടി പരിപാടിയാ? അല്ല അത് ഞങ്ങൾക്ക് പറ്റില്ലടാ. നോക്ക് അതൊക്കെ കുഞ്ഞാപ്പൂനെ പോയി നമ്മള് ഭാവാന ഒഴിച്ചുകാണ്ട് വരാം. ആഹാരം തോന്നുന്നുണ്ടല്ലോ.
ആരാണ് ആൾക്കാര്? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്താ പാട്? നിങ്ങളെന്തേ ഇങ്ങനെ? നമ്മള് കല്യാണക്കാരെ അന്വേഷിക്കാൻ വന്ന. കല്യാണക്കാരെ അന്വേഷിക്കാൻ? ഒതായി ബാവാന്റെ മോന്. ഒതായി ബാവാന്റെ മോനെ പറ്റി അന്വേഷിക്കാൻ അല്ലേ? അതെ. ഒതായി ബാവാന്റെ മോന് എന്ന് പറഞ്ഞാൽ ആള് വലിയൊരു സുഖമുള്ള ആളല്ല. അവനക്ക് കൂടെ 3-4 കാര്യങ്ങളൊക്കെ വന്നിട്ട് അന്വേഷിച്ചിട്ട് അത് റെഡി ആയിട്ടില്ല. ഇല്ല. പിന്നെ ബാപ്പന്റെ ഒരു സുഹൃത്താണ്. ബാപ്പയും വലിയൊരു ഉഷാറില്ല. അങ്ങനെയൊക്കെ ചെറിയ വിഷയങ്ങളുണ്ട്. അന്വേഷിച്ചാളി. പുറത്തൊക്കെ ഒന്ന് അന്വേഷിച്ചാളി. ഞാൻ പറഞ്ഞെന്ന് പറയും വേണ്ട. രാജീവ് പറഞ്ഞെന്ന് പറയണ്ട. ആയിക്കോട്ടെ. അഗനും പോയി ചൊഗനും പോയി. അതാ കല്യാണം അങ്ങനാണ്ട് മുടങ്ങി കിട്ടി. ഇതൊക്കെ അല്ല ഒരു രസമാണ്. പിന്നെ നിങ്ങളിപ്പോ എന്താ അയാളെ ഞങ്ങൾ കല്യാണം അന്വേഷിക്കാൻ വന്നതാ. ഈ നാട്ടിലത്തെ എല്ലാ കല്യാണം മൊത്തം മുടക്കുന്ന ആളാണ്. അയാളെ മെയിൻ പരിപാടി അങ്ങാടിത്തെ കല്യാണം മൊത്തം മുടക്കുക. അത് ഞങ്ങള് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറെ കാലമായി. നിങ്ങളൊരു കാര്യം നിങ്ങൾ പോയിക്കോളി, ആ കാര്യം നടത്തും ചെയ്തോളൂ. നല്ല കാര്യമാണ്. നിങ്ങൾ അന്വേഷിച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഏതാണെന്നുള്ളത്. നിങ്ങൾ പോയിക്കോളി. അയാൾക്കുള്ള പണി ഞങ്ങൾ കൊടുത്തു ചെക്കന്മാരെ കൂടിയിട്ട്. എന്നാ വിട്ടോളൂ. ആ പഹനെന്തോ പരിപാടി ഒപ്പിച്ച് വരാൻ പോകുന്നു. സുഖമില്ലാത്ത പഹനാണ്. പിന്നെ 3 കൂടി ഒത്തുക്കണല്ലോ. ഒരു കല്യാണം നാളൊരു കല്യാണം ഇന്നും മുടക്കിക്കണം. ഒന്ന് കൊടുത്താണ് പേടിപ്പെടുത്താൻ. എന്താണ് പഠിച്ചവനെ? അല്ലാ, എന്താണ്? ഇനി മടക്കൂല മക്കളെ, ഇനി മടക്കൂല. ഏതായാലും ഈ വക പരിപാടിക്ക് നിൽക്കേണ്ടിണ്ടായി. ഓരോ പഹന്മാർക്ക് തിന്നാൻ കൊടുക്കാൻ ഇതിന്റെ മേത്തേക്കാ വന്ന് വീണത്. ഹോട്ടലിൽ കൊണ്ടിട്ട് ഏതായാലും ഞാൻ പോവാ. കാലെല്ലാം കൂടി അടിച്ച് പോകൽത്തിക്കുന്ന പഹന്മാര്. പെരീച്ച എന്നാ പെരക്കാരത്തിലെ വാക്ക, അത് വേറെയും കേൾക്കേണ്ടി വരും.